നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഡെഫിനിഷൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ലെസൺ പഠിപ്പിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ എടുക്കും. ആ ടെസ്റ്റ് പേപ്പർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ കുട്ടികൾക്കും ഈ ലെസണിൽ നിന്ന് എന്തുമാത്രം കാര്യങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് ടീച്ചർക്കും മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ കുട്ടികൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഒരു ടൈം ബൗണ്ടഡ് പ്രോസസ്സാണ്. ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ ചെയ്യുന്ന വിലയിരുത്തലാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സമ്മേറ്റീവ് ടെസ്റ്റ്, ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് എക്സെട്ര. ഇറ്റ് ഈസ് എ ടെസ്റ്റ് എയിംഡ് അറ്റ് അസസിങ് ദ പ്രോഗ്രസ് എ ലേണർ അച്ചീവ്ഡ് ഡ്യൂറിങ് ആൻഡ് അറ്റ് എവറി സ്റ്റേജസ് ഓഫ് ലേണിംഗ് പ്രോസസ്. ദിസ് test is conducted to assess the mastery a learner achieved in the subject taught on the basis of the objectives fixed. It is a time-bounded process. It helps the teacher to plan the future instruction method to be adopted. Example: summative test, daily test, weekly test, monthly test, etc. Second one, action research അഥവാ ക്രിയാഗവേഷണം. ഇതിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് മുറികളിൽ ഡെയിലി വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പറ്റിയൊരു മാർഗമാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഇപ്പം നല്ല ഹാൻഡ് റൈറ്റിങ് അല്ലാതിരിക്കുക, അതുപോലെ തന്നെ ക്ലാസ്സിൽ ഭയങ്കര ലേസി ആയിട്ടിരിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുക, ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ താല്പര്യമില്ലാതിരിക്കുക, കൊള്ളില്ലാത്ത ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക, അതുപോലെ തന്നെ സ്കൂളിൽ ലേറ്റ് ആയിട്ട് വരിക, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ പരിഹരിക്കാനുള്ള മാർഗമാണ് എന്തെന്ന് പറയുന്നത്, ആക്ഷൻ റിസർച്ച്. It is a kind of research method often used by the teacher to solve an immediate problem that might have occurred during the process of learning. Some of the areas a teacher may take for an action research in classroom are backwardness of learners in a particular subject or subject as whole, bad handwriting of students, spelling mistakes, laziness and boredom signal by students during the particular period, lack of aptitude towards a subject, etc. Third one, accommodation. അക്കോമഡേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജീൻ പിയാഷെയാണ്. ആ വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്, അക്കോമഡേറ്റ് ചെയ്യുക, അതായത് പൊരുത്തപ്പെടുക. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുക. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. ആ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് പ്രകാശം കിട്ടും എന്നുള്ള കാര്യം അറിയാൻ പറ്റും, അത് പഴയ കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് ആ മെഴുകുതിരിനൊന്ന് തൊട്ട് നോക്കുക. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ കൈ പൊള്ളും. പൊള്ളിക്കഴിയുമ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി, മെഴുകുതിരി വെട്ടം മാത്രമല്ല തരിക, തീയിൽ തൊട്ട പൊള്ളും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലായി. അപ്പം ആ പഴയ കാര്യത്തിനോട് പുതിയ കാര്യം നമ്മൾ സ്വീകരിക്കുകയാണ്. അതിനാണ് എന്തെന്ന് പറയുന്നത്, അക്കോമഡേഷൻ എന്ന് പറയുന്നത്. Accommodation is the change or modification undertaken in the existing schema of the learner to accommodate the new information. Fourth one, activity centered. ലേണിംഗ് പ്രോസസ്സിൽ ആക്ടിവിറ്റിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് കുട്ടികൾ സ്വയം തന്നെ, ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റ് കൊടുക്കും കുട്ടികൾക്കല്ലേ, ആ പ്രോജക്റ്റ് അവർ തന്നെയാണ് അതിന് ഉത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോജക്റ്റ് മെത്തേഡ് ആക്ടിവിറ്റി സെൻറ്റേർഡിനൊരു നല്ലൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെയാണ് കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഇതെല്ലാം ആക്ടിവിറ്റി സെൻറ്റേർഡ് ലേണിങ്ങിന് എക്സാമ്പിളാണ്. This is a methodology of teaching in which learners experience an activity they have undertaken during learning is given more importance than the content of knowledge. Cooperative learning, collaborative learning and project method are examples of activity-centered learning.
Academia, a collective term for the scientific and cultural community engaged in education and research. Next one, active learning. ലേണിംഗ് പ്രോസസ്സിൽ സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഇൻട്രാക്ഷനാണ് ആക്റ്റീവ് ലേണിങ്ങിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് അവരോട് അതിനൊരു കവിത എഴുതാൻ പറയാണ്. അങ്ങനെ കവിത എഴുതാൻ പറയുന്ന സമയത്ത് അവരുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ നല്ലൊരു കവിത എഴുതും. അപ്പോൾ അങ്ങനെ ലേണിംഗ് പ്രോസസ്സിൽ സ്റ്റുഡൻസിനെ ആക്റ്റീവായിട്ട് ഇരുത്തുന്നതിന് അല്ലെങ്കിൽ അവർ ആക്റ്റീവായിട്ടിരിക്കുക, അതിനാണ് എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. A process whereby learners are actively engaged in the learning process rather than passively absorbing knowledge. Active learning involves reading, writing, discussion, synthesizing, evaluation and engagement in problem solving. Active learning is different from activity-centered learning. Seventh one, andragogy, a theory of adult education proposed by American educator Malcolm Knowles. It is the pedagogical science of adult education. Next one, anecdotal. Anecdotal record എന്ന് പറയുന്നത് ടീച്ചർ ഓരോ കുട്ടികളെയും ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ഒരു നോട്ട് പോലെ എഴുതി വയ്ക്കുക, അതിനാണ് എന്തെന്ന് പറയുന്നത്, അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നോട്ട്സ് റിട്ടൺ ഓൺ എ ഡയറി ബൈ ദ ടീച്ചർ ബൈ ഒബ്സർവിംഗ് ദ ബിഹേവിയർ ഓഫ് ദ ലേണർ ഇൻഫോർമലി ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. എ ഡീറ്റെയിൽഡ് ബട്ട് പ്രിസൈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഈവൻറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദിസ്. ദ particulars so recorded by the teacher are objective and specific, but it need not be scientific. But through the data so collected, the teacher can evaluate the behavioral factors of the student. It is not an evaluation technique, but it helps in assessing a learner's behavior alone. Next one, assignment method. ഇതിൽ ടീച്ചർ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് അതിൻ്റെ നോട്ട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ മോഡൽസ് ഉണ്ടാക്കുക, ഇതാണ് അസൈൻമെൻറ്റ് മെത്തേഡിൽ വരുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഇൻ വിച്ച് ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു പ്രിപ്പയർ നോട്ട്സ് ഓർ മേക്ക് മോഡൽസ്. നെക്സ്റ്റ് വൺ, അസിൻക്രണസ് ലേണിംഗ്. അസിൻക്രണസ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക. ഓൺലൈൻ ക്ലാസ്സൊക്കെ അതിന് എക്സാമ്പിളാണ്. It is a teaching method using the asynchronous delivery of teaching materials or content using real-time technology. Last one, alternating attention. Alternating attention എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതര ശ്രദ്ധ. പല ജോലികൾ ഒരേ ശ്രദ്ധയും കൊണ്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കുക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ കുട്ടികളുടെ ഹോംവർക്ക് ചെയ്ത് കൊടുക്കുക, ഇതിനാണ് എന്തെന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സ്വിച്ച് വൺസ് ഫോക്കസ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ടാസ്ക് ദാറ്റ് റിക്വയർ ഡിഫറെൻറ്റ് കോഗ്നിറ്റീവ്